നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പായസം. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലും മണത്തിലും ഒക്കെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല രുചിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ കണ്ടു നോക്കുക. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള ഗോതമ്പ്. നിങ്ങൾക്കിത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. മുഴുവനായിട്ടുള്ള ഗോതമ്പാകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുണ്ട്. ഇതൊന്ന് കഴുകിയെടുത്തിട്ട് ഇത് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. ഒരു 8 മണിക്കൂർ കുറഞ്ഞത് കുതിർത്തിയെടുക്കുക. എന്നിട്ടത് ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കണം. വെള്ളം വാർന്നു പോയി കഴിഞ്ഞാൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചെയ്തെടുക്കുക. പതുക്കെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. അതായത് മുഴുവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കാം. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ കുറച്ച് കൂടി തീ തന്നെ വേവിക്കാം. പിന്നെ ഫസ്റ്റ് വിസിൽ കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വിസിൽ അടുപ്പിക്കാതെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ തുറക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ച ശർക്കര 1.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അല്പം കൂടി മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് വരെ ശർക്കര എടുക്കാവുന്നതാണ്. ഇതൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് അതിലെ കട്ടയൊക്കെ ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് അരിച്ച് അതിലെ കരടൊക്കെ മാറ്റിയെടുക്കുക. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് 1-ാം പാലും 3 കപ്പ് 2-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ പായസത്തിന് ഉണ്ടാവുക. നമ്മൾ ആദ്യം ബട്ടർ ഒന്ന് ഉരുക്കി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ചൂടാക്കിയെടുക്കും. നിങ്ങൾക്ക് ബട്ടർ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ഉപയോഗിച്ചാലും മതി. അതേപോലെ ഇപ്പോൾ ബട്ടർ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്രൗൺ ആയ ബട്ടറിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. ശർക്കരപ്പാനി ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ശർക്കരയുടെ മധുരമൊക്കെ ഗോതമ്പിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി വരട്ടിയെടുക്കണം. ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കണം. പാത്രത്തിന് അടിയിൽ പിടിക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതേപോലെ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ 3 കപ്പ് 2-ാം പാലാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള ഒരു പായസമായിട്ടാണ് നമുക്കിത് കിട്ടുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു പായസമാണ് വേണ്ടതെങ്കിൽ 3.5 കപ്പ് അല്ലെങ്കിൽ 4 കപ്പ് 2-ാം പാൽ വരെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം തിളപ്പിക്കേണ്ട. ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മധുരത്തെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. നല്ല രുചിയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശർക്കര എടുത്തതിൽ അല്പം കൂടുതൽ ശർക്കര എടുത്താൽ മതി. അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും പായസത്തിന്. ഇനി നമ്മുടെ ഈ പായസത്തിന് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വാനില എസൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു.
ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പായസത്തിലേക്ക് പ്രളയനാണ് ചേർക്കുന്നത് ഒന്ന് കടിക്കാനായിട്ട്. അതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു സോസ് പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് കാരമലായി വരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇതേപോലെ ഒരു ബ്രൗൺ കളർ വന്ന് ഇതുപോലെ പതഞ്ഞു പൊങ്ങാൻ തുടങ്ങിയാൽ കുറച്ച് അണ്ടിപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ മയം പുരട്ടിയിട്ടുള്ള ഒരു അലുമിനിയം ഫോയിലിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ടാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ പ്രളയം. ഇത് നമുക്ക് നല്ല ചൂടുള്ളപ്പോൾ പായസത്തിലേക്ക് ചേർത്താൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിത് അതിലേക്ക് ചേർത്ത് ഗാർണിഷ് ചെയ്ത് നമുക്കിത് വിളമ്പാവുന്നതാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അരികിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.